ആയുർവേദം നമ്മളിപ്പോൾ ചെണ്ടമേളം എന്ന് പറയുന്നു. ചെണ്ടമേളം നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ എത്രയോ തേരുകൾ ഉരുണ്ടതിൻ്റെ ശബ്ദമുണ്ട്, എത്രയോ പടയോട്ടങ്ങൾ നടന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടടുത്ത് ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് അദ്ദേഹം വിരാജിക്കുന്നു. അള്ളാഹുവിൻ്റെ മിനാരപ്പള്ളിയുണ്ട്, കുരിശുപള്ളിയുണ്ട്. സാംസ്കാരികമായി പ്രബുദ്ധമായിരിക്കുന്ന ഒരു കേന്ദ്രം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരി, അതും ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രദേശം, തലസ്ഥാന നഗരിയിൽ തന്നെയുള്ള ഒരു പ്രദേശം. ഇതേപോലെ ആരോഗ്യശാസ്ത്രങ്ങളിൽ ഏറ്റവും മുന്തിയതാണ് എന്നെനിക്ക് താരതമ്യപ്പെടുത്തി പറയാൻ അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് അലോപ്പതിയോ യുനാനിയോ ഒന്നും ഞാൻ അത്ര ഗഹനമായി പഠിച്ചിട്ടില്ല, അനുഭവത്തിലൂടെയൊക്കെ അറിയാമെന്നല്ലാതെ 35 വർഷത്തോളം അച്ഛൻ്റെ കയ്യാളായി നിന്നുകൊണ്ട് ആരോഗ്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു മഹാഭാഗ്യമെന്നോ അവസരമെന്നോ പറയാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിനയത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഒരു ആയുർവേദത്തിൻ്റെ റിട്ടയർഡ് പ്രൊഫസറായാലും ഒരു വലിയ വൈദ്യനായാലും എനിക്ക് ആ വൈദ്യന്മാരോട്, ആയുർവേദ ഡോക്ടർമാരോട് സംസാരിക്കാനുള്ള സാമാന്യ വിൽപ്പത്തി ആയുർവേദത്തിലുണ്ട്. ഈ ഗട്ടാണ് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നത് പുതിയ ശാസ്ത്രമല്ല പറയുന്നത്. ഉദരത്തിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. അത് വിഭ്രാന്തി ഉൾപ്പെടെ, അത് സ്ട്രോക്ക് ഉൾപ്പെടെ, പക്ഷാഘാതം ഉൾപ്പെടെ. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. ഏതൊരു രോഗി വന്നാലും ശരി, വലിയ രോഗമെന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ആദ്യമായി ചെയ്യുന്നത് അവരുടെ ഉദരം ക്ലീനാക്കുക, അവർക്ക് വിരേചനം മിതമായിട്ടുള്ള രീതിയിൽ 2 ദിവസം വിരേചനം നടക്കാനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ രഹസ്യം എന്താണപ്പോൾ? അതിനുള്ള ഗുളികയുണ്ട്, അതിനുള്ള ചൂർണമുണ്ട്. ഇത് പ്രത്യേക ഒരു മാത്രയിൽ പ്രായവും തൂക്കവും ഒക്കെ നോക്കിയിട്ട് കൊടുക്കും. ഇത് പോയി കഴിക്കൂ എന്ന് പറയും. വന്നിരുമ്പോൾ അച്ഛൻ ചോദിക്കും, വയറ് ശരിക്ക് ക്ലീനായോ, ശുദ്ധിയായോ? അയ്യോ വൈദ്യരെ, വളരെ ഇതായിരുന്നു കേട്ടോ, നിങ്ങൾ വിചാരിച്ചോലെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ, വയറ് ഇത്രയൊക്കെ വയറിൽ കെട്ടിക്കിടക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ചിരിക്കും. അച്ഛൻ ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യുമെന്നറിയോ? പഞ്ചഗവ്യം എന്ന് പറയുന്ന വളരെ ശ്രുതിശുദ്ധമായിട്ടുള്ള മന്ത്രങ്ങൾ പറഞ്ഞ് സിദ്ധി വരുത്തിയിട്ടുള്ള ഗോവിൽ നിന്നെടുക്കുന്ന, പശുവിൽ നിന്നെടുക്കുന്ന പഞ്ചഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മരുന്ന്, ആ മരുന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നു, കീടനാശിനിക്ക് പകരം പഞ്ചഗവ്യം സ്പ്രേ ചെയ്യുന്ന ഒരുപാട് തോട്ടങ്ങളുണ്ട്. അവിടെ ഇൻട്രിൻ, പരാമർ, ഇങ്ങനെയുള്ള എക്കാലക്സ് ഇങ്ങനെയുള്ള കീടനാശിനിയല്ല, മറിച്ച് പ്രത്യേകമായ ഒരു രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് പഞ്ചഗവ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങളെല്ലാം ഒടുങ്ങിപ്പോകും. വയറിളക്കിയതിന് ശേഷം പഞ്ചഗവ്യം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം കൊണ്ടാണെന്ന് പറയുന്നവനോട് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അനുഭവ സത്യത്തിൽ ഒരാൾക്കുണ്ടാകുന്ന ബ്രെയിൻ സ്ട്രോക്ക് ആയിക്കൊള്ളട്ടെ, വിഭ്രാന്തി ആയിക്കൊള്ളട്ടെ, ഓർമ്മക്കുറവായിക്കൊള്ളട്ടെ, ഉറക്കക്കുറവായിക്കൊള്ളട്ടെ, ഇങ്ങനെ വരുന്ന ഒരാളിൻ്റെ ഉദരം ക്ലീൻ ചെയ്യുന്നതും അതിനുശേഷം ഉദരത്തിൽ എന്തെങ്കിലും വിഷകരമായിട്ടുള്ള കൃമികീടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി പഞ്ചഗവ്യം കൊടുക്കുകയും ചെയ്യുന്ന ആരോഗ്യശാസ്ത്രം അച്ഛൻ അനുവർത്തിച്ചത് ആയുർവേദമാണെങ്കിൽ, ആയുർവേദത്തിൻ്റെ ദർശനം ഈ പുതിയ ശാസ്ത്രം അംഗീകരിക്കുന്നതിന് മുമ്പേ വയറുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ബ്രെയിൻ എന്നുള്ളത് സമർത്ഥിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണോ? അങ്ങനെയുള്ള ഒരു രോഗിയെ കൊണ്ടുവരൂ, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. പിന്നെ ആയുർവേദത്തിന് വന്നിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയാണ്. ആയുർവേദം, എൻ്റെ അച്ഛൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വൈദ്യനായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ക്ലോറിൻ വെള്ളം വന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ വളരെ തകൃതിയായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും മോണോക്സൈഡും ഒക്കെ വിസർജിക്കുന്ന രീതിയിലുള്ള ഗതാഗതം, പെട്രോൾ ഗതാഗതം വന്നിട്ടില്ല. കൃത്രിമമായിട്ടുള്ള ജീവിത രീതികൾ കുറവായിരുന്നു. എവിടെ നോക്കിയാലും സ്വാഭാവികമായി പ്രകൃതികൾ ഉണ്ടാക്കിയത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പുഴകൾ പ്രകൃതി ഉണ്ടാക്കി, മരങ്ങൾ, വേനൽ, മഞ്ഞ് എന്നല്ലാതെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ തണുപ്പ്, എന്താണ്, എയർ കണ്ടീഷണർ, അതന്നില്ലായിരുന്നു. അതിൽ നിന്നൊക്കെ വേറെ ചില വിഷവാതകങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ചൂട് കൂടുന്നു അന്തരീക്ഷത്തിൽ. അങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജുകൾ ഒരുപാട് ഉപയോഗിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ ഹരിതഗ്രഹ വാതകങ്ങളെന്നൊക്കെ പറയുന്നത് പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുണ്ടായി വരുന്നു. എല്ലായിടത്തും ടെറസ് വീടുകൾ വരുന്നു. എല്ലായിടത്തും കമ്പിയും സിമൻറ്റും ഉപയോഗിച്ചല്ലാതെയുള്ള വീടുകൾ കാണാനേ ഇല്ല. അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നു.
ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായി കേരളം മാറാൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന സമശീതോഷ്ണ കാലാവസ്ഥയാണ്. 25 ഡിഗ്രിയിൽ കൂടുതൽ എപ്പോഴെങ്കിലും ചൂട് കൂടിയിട്ടുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. മീനം മാസത്തിലായിരിക്കും. മീനമാസത്തിലെ സൂര്യൻ. ആ സമയത്തൊന്നും മരുന്ന് കൊടുക്കില്ല. ആ സമയത്ത് കൊടുക്കുന്ന മരുന്ന് ഉഷ്ണരോഗം കൊണ്ടുവരുന്ന രോഗികൾക്ക് ശരീരം തണുക്കുന്നതിനും രക്തത്തിൽ ആ തണുപ്പ് ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള ഉശീരാസവം പോലെയും ദ്രാക്ഷാദി കഷായം പോലെയും ഒക്കെയുള്ള ഒരുപാട് മരുന്നുകൾ അച്ഛൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് വരുന്ന രോഗങ്ങളായിരുന്നു മഞ്ഞനോവ്, പിന്നെ അപൂർവമായ രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾ വരും. അതൊക്കെയാണ് ആയുർവേദം എല്ലാ രീതിയിലും ശാസ്ത്രീയ സത്യമാണ് എന്ന് പറയാൻ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇതൊരു അഭിമുഖമായിക്കൊണ്ട് ആയതുകൊണ്ട് ദീർഘമായി പോകും. കുട്ടികൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കും. വാതപിത്ത കഫം 3 കൂറായിട്ട് ശരീരത്തെ തിരിച്ചിരിക്കുന്നു. ഒരു ശരീരത്തെ 3 കൂറുകളിലാക്കി തിരിച്ചിരിക്കുന്നു. അതിനെ 3 ദോഷങ്ങളായിട്ട് പറയുന്നു. ആ ദോഷങ്ങൾ കോപിക്കുന്നതാണ് രോഗത്തിൻ്റെ കാരണമെന്ന് പറയുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിലോ 2 വീലറിലോ നിങ്ങൾ ഡീസലോ പെട്രോളോ ഒഴിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഓയിൽ കൂടി ഒഴിക്കുന്നു. എന്തിനാണ്? ഓയിൽ കൂടി ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് തീ പിടിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ തകരാറിലാകും. ആ ഒഴിക്കുന്ന ഓയിലാണ് കഫം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ശരീരത്തിലെ കൊഴുപ്പാണ്. ആ കൊഴുപ്പിനെ മേധസ്സെന്നും ദുർമേധസ്സെന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ HDL LDL, അതിൽ ദുർമേധസ്സാണ് LDL. LDL കൂടിയാൽ ഇപ്പോഴും ഹാർട്ട് അറ്റാക്കാണ്. അതിനെ ദുർമേധസ് എന്ന് ഡോക്ടർ പറയില്ല. LDL കൂടി നിൽക്കുകയാണ്, ഈ ഗുളിക കഴിച്ചിട്ട് വരൂ എന്ന് പറയും. ഇനി എന്താണ് അങ്കിൾ ഈ പിത്തം എന്ന് പറഞ്ഞാൽ? പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ദഹനരസങ്ങളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിന്റെ കുടലിലുണ്ടടാ എന്നെൻ്റെ അച്ഛൻ, ഞാനിരുന്ന് പുസ്തകം വായിക്കുമ്പോൾ കേട്ടിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കളിയാക്കി. എനിക്കിപ്പോൾ അത് കണ്ണു നിറയുകയാണ്. കാരണം ഞാൻ കരുതി അച്ഛൻ പറയുന്നതൊക്കെ പിച്ചും പെയ്യുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് എൻ്റെ വയറ്റിലോ? പിന്നെ ഇടാ മോനെ ഉണ്ട്, നീ ഒന്ന് കഴിക്കാതിരുന്നു നോക്കട്ടെ. എങ്ങനെയാണ് ഈ ഉഷ്ണപ്പൊണ്ണ് വരുന്നത്? ഈ കുടൽ വിദ്യുതി എങ്ങനെയാണ് വരുന്നത്? അച്ഛൻ ഇരുന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനെ കളിയാക്കുമായിരുന്നു എൻ്റെ പിഞ്ചു ബുദ്ധിയിൽ. ഇന്ന് ഡോക്ടർ എന്താ പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് ദഹനരസങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ദഹിപ്പിക്കുന്നതിനായാലും അത് ചലിപ്പിക്കുന്നതിനായാലും അത് എല്ലാ രീതിയിലുള്ള വായുവിൻ്റെ സമീകൃതമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണെങ്കിലും ഉണ്ട്. അതാണ് പിത്തം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ടെൻഷൻ വരുന്നു. ഒരു താലൂലിച്ച് വളർത്തുന്ന ഒരു സന്തതി പെട്ടെന്ന് അപകടപ്പെട്ട് മരിച്ചു പോകുന്നു എന്നിരിക്കട്ടെ. ആ അമ്മയിൽ ഉണ്ടാകുന്നത് ഈ പിത്തഗ്രന്ഥികളുടെ അമിതമായിട്ടുള്ള സ്രവങ്ങളായിരിക്കും. ഉള്ളിലുള്ള എല്ലാ ഗ്രന്ഥികളും അങ്ങോട്ട് അണക്കെട്ട് പൊട്ടുന്നത് പോലെ ഈ സ്രവം പുറപ്പെടുവിക്കും. അങ്ങനെ അമ്മയ്ക്ക് 2 ദിവസം കൊണ്ട് മുടി മൊത്തം നരച്ച ഒരു അനുഭവം എനിക്കറിയാം. 35 വയസ്സില്ലായിരുന്നു ആ സ്ത്രീക്ക്. പക്ഷേ 2 ദിവസത്തിനകം പഞ്ഞിക്കെട്ട് പോലെ മുടി നരയ്ക്കുകയും ശരീരത്തിൽ ചുളിവ് വീഴുകയും വല്ലാതെ വിഭ്രാന്തപ്പെടുകയും ചെയ്ത അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തെന്താണ് വാദം എന്ന് പറഞ്ഞാൽ? വാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാദത്തിൻ്റെ വാക്കർത്ഥം തന്നെ വായുവാണ്. അത് രക്തം ഇങ്ങനെ ഓടുന്നതിനെയാണ് വാദം എന്ന് പറയുന്നത്. ട്രെയിൻ എയർ ബ്രേക്ക് ഉണ്ട്, എയർ ബ്രേക്കാണ്. ബസ് പോകുന്നു, എയർ ബ്രേക്കാണ്. ബ്രേക്ക് ചവിട്ടുമ്പോൾ എയറാണ് അത് പിടിച്ചു നിർത്തുന്നത്. എന്തുമാത്രം ശക്തിയാണ് അപ്പോൾ എയറിന്? ഒരുപാട് ആയിരക്കണക്കിന് ടൺ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ 12 ടയറുണ്ട്. ആ 12 ടയറിൻ്റെ അകത്തെന്താ? ആ ട്യൂബിനകത്ത് എയറല്ലേ? ഇതേപോലെയാണ് നമ്മൾ തുമ്മുന്നത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ വിസർജിക്കുന്നത്, നമ്മൾ കണ്ണിമ ചിമ്മുന്നത് എല്ലാം വായുവാണ്. ആ വായുവിനെ സൂക്ഷ്മമായി പഠിച്ചിരിക്കുകയാണ്. ദീർഘമായി പോകും. എൻ്റെ ഈ മറുപടി ഒരു ക്ലാസ് പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പഞ്ചവായുക്കൾ ഉണ്ട് നമ്മുടെ വയറിൻ്റെ. ഇങ്ങോട്ടൊരു വായു, ഇവിടം വരെ ഒരു വായു, താഴെ ഒരു വായു, ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്രവർത്തികൾ ശരീരം കൊണ്ട് ചെയ്യുന്നത്. അറിയാലോ, വിശദീകരിക്കണ്ടല്ലോ. ഓരോന്നുകൊണ്ട് നമ്മൾ വായ കൊണ്ട് കഴിക്കുന്നു, ഏമ്പക്കം ഇടുന്നു, ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല, വർത്തമാനം പറയുന്നു. ഇതിനൊക്കെ വേറൊരു വായുവാണ് പ്രവർത്തിക്കുന്നത്. എത്ര ശാസ്ത്രീയമാണത്! ഇത്രയും സൂക്ഷ്മമായി അലോപ്പതി പഠിക്കുന്നില്ലെന്നാണ് എനിക്ക് പരാതി പറയാനുള്ളത്. പക്ഷെ അലോപ്പതിയുടെ ആരാധകനാണ് ഞാൻ. കാരണം കാലത്തിന് ചേരുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തിയെടുത്ത് അലോപ്പതി എല്ലാ രോഗങ്ങളെയും കുറയ്ക്കുന്നുണ്ട്. ചിട്ടയായിട്ടുള്ള ജീവിതചര്യയിലൂടെ, പഥ്യക്രമത്തിലൂടെ ഇപ്പോഴും ഏറ്റവും നല്ല മരുന്ന്, ഫാർമസി മരുന്നെന്ന് ഞാൻ പറയില്ല, ഒരു രോഗിക്ക് വേണ്ടുന്ന മരുന്ന് മാത്രം ചെയ്തു കൊടുക്കുന്ന വൈദ്യനായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ 6 കിലോയിൽ കൂടുതൽ ഒരു മരുന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല.
ആ ഉരുളി, ഓട്ടുരുളി, 6 കിലോ ചെയ്യുന്ന ആ ഓട്ടുരുളി ഞാനൊരു പൂജാപാത്രം പോലെ ഇപ്പോഴും ഇങ്ങനെ വിളക്ക് കത്തിച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഒരു രോഗിക്ക് വേണ്ടുന്ന മരുന്ന് മാത്രമേ ചെയ്യൂ, അയാൾക്ക് വേണ്ടിയേ ചെയ്യൂ, അല്ലെങ്കിൽ ആ രോഗത്തോടൊപ്പം വന്ന അതേ ദിവസങ്ങളിൽ വന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യും. ഒരിക്കലും കച്ചവടത്തിന് വേണ്ടി അച്ഛൻ മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയുർവേദം എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ വേദമാണ്. അതിന് കാലാനുകൂലമായ പരിവർത്തനങ്ങൾ നമ്മൾ വരുത്തണം. റിസർച്ച് വളരെ അത്യാവശ്യമാണ്.